എന്ത് തന്നെയായിരുന്നാലും ഇതുപോലൊരു അലവലാതിയെ പേറിയ കോൺഗ്രസ്, ഇത്രയും നാളും പേറിയ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ പേറിയവനെ നാറും എന്നുള്ളത്. പിന്നെ മൊത്തം നാറ് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആ നാറ്റക്കേസിലോട്ടാണല്ലോ ഇവന് വരുന്നത്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോടതി പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇനി നേരെ ഹൈക്കോടതിയിലോട്ട് പോകും. ഹൈക്കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ തന്നെ ഇനി ഒരുപാട് സമയം എടുക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ സണ്ണി ജോസഫ് രംഗത്തെത്തിയിട്ട്, ABCC പ്രസിഡന്റ് ആണല്ലോ, സണ്ണി ജോസഫ് രംഗത്തെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കേണ്ടത് എന്നുള്ളതാണ്. കട്ടളപ്പടിയുടെ വിഷയം അവിടെ ഉണ്ട്. എനിക്കത് അറിയാം, കട്ടളപ്പടിയുടെ വിഷയം അവിടെ ഉണ്ട്, അത് അവിടെ കിടപ്പുണ്ട്, അതും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നോ. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അമ്മ പെങ്ങന്മാർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു നേതാവ്, ഒരു പാർട്ടിയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മുടെ അമ്മ പെങ്ങന്മാരെ പീഡിപ്പിക്കുന്നവനെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലോ നമുക്ക് വേണ്ട. ആ അർത്ഥത്തിൽ കോൺഗ്രസ് ഒരു പ്രപഞ്ച പരാജയമാണെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഞാൻ പല സ്റ്റോറികളിലും പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. നീയൊക്കെ മുടിഞ്ഞ് കുത്തുവാള എടുക്കും, തെണ്ടിത്തിരിയും എന്ന് മാത്രമേ എനിക്ക് ഇപ്പോഴും പറയാനായിട്ടുള്ളൂ. പിന്നെ ഈ കേസിൽ പല ഓൺലൈൻ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ എൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവനെതിരായിരുന്നു, ഇരയ്ക്ക് അനുകൂലമായിരുന്നു, വേട്ടക്കാരനോടൊപ്പമല്ലായിരുന്നു. കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി നിയമവ്യവസ്ഥയെ സമ്പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്ത് അതിൽ വിശ്വാസം അർപ്പിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് വേറൊരു കാര്യം. കോടതി പറഞ്ഞതാണ്.